നമസ്തേ. പലപ്പോഴും ഈ ഓട്ടിസം കേസുകളിൽ ഒരു 8 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികളിൽ ഓട്ടിസം ചൈൽഡ്ഹുഡിലെ ഐഡൻറ്റിഫൈ ചെയ്തു. പക്ഷെ ഒരു 8 വയസ്സ് കഴിയുമ്പോഴേക്ക് ഇവർക്ക് മറ്റ് ചില സിംറ്റംസ് ആയിട്ട് കാണുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട സിംറ്റംസ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഒബ്സസീവ് കമ്പൽസീവ്നെസ്, അതായത് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും നടന്നു പോവുക, ചെയ്യുന്നത് പ്രോപ്പർ അല്ലാണ്ട് ചെയ്യുക, ഒരു ഇനിഷ്യേഷൻ കിട്ടാതെ വരിക. അത് നമ്മൾ ഒരു മോഡേൺ ഡയഗ്നോസിസ് നോക്കുകയാണെങ്കിൽ സിംറ്റംസ് ഓഫ് ഒരു ഒബ്സസീവ് കമ്പൽസീവ്നെസ് ആയിട്ട് കാണിക്കാറുണ്ട്. ഇത് മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ച് കൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ പലപ്പോഴും പേഷ്യൻ്റ് ഈ ഒരു 9 വയസ്സ് 10 വയസ്സ് കഴിഞ്ഞാൽ ഡോക്ടർമാരൊക്കെ ചെന്നാൽ അവർ ചില മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അവർ പറയും അത് ഒരു OCD സിംറ്റംസ് ആയിട്ട് കാണുന്നുണ്ട്, അതിൻ്റെ മരുന്ന് തുടങ്ങണം എന്ന് പറയും. പക്ഷേ പലപ്പോഴും ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ ട്രെയ്റ്റ്സിൽ ഈ ഹോർമോണൽ ചേഞ്ച് കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അത് വരുന്നത്. അത് OCDയുടെ സിംറ്റംസ് ആണെങ്കിൽ കൂടി നമ്മൾ ചികിത്സിക്കേണ്ടത് ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ വേണം അതിന് ചികിത്സ കൊടുക്കാൻ. അത് പ്രോപ്പറായിട്ട് ചികിത്സിച്ച് കഴിഞ്ഞാൽ ഈ ഒബ്സസീവ് കമ്പൽസീവ്നെസ് വളരെ കുറയുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് തെറ്റിദ്ധരിക്കാതിരിക്കുക. നിങ്ങളുടെ ഡയഗ്നോസിസ് ഒരു ഓട്ടിസം ഉള്ള കുട്ടികളിൽ 10 വയസ്സിന് ശേഷം നിങ്ങൾ പോയി ഡയഗ്നോസ് ചെയ്യുമ്പം OCD എന്ന് എഴുതി വന്നാലും പേടിക്കാണ്ടിരിക്കുക. നമസ്തേ.